ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് അമംഗ് ലൈഫ്. നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മച്ചാന്മാർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഷിംലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൽക്കിയിൽ നിന്ന് ഷിംലയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടോയ് ട്രെയിനാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഏകദേശം 50 രൂപയുടെ ടിക്കറ്റ് മേൽ 5 മണിക്കൂറോളം യാത്ര ചെയ്യാം എന്നാണ് ഈ ടോയ് ട്രെയിനിനെ പറ്റിയത്. ഇത് കൽക്ക, ചണ്ഡീഗഡിലെ കൽക്ക. ഇവിടെ നിന്നാണ് നമുക്ക് ട്രെയിൻ മാർഗം ഷിംലയിലേക്ക് പോകാൻ സാധിക്കുന്നത്. ട്രെയിൻ എയർ എന്ന് പറയുന്നത് സാധാരണ ട്രെയിനല്ല, ടോയ് ട്രെയിൻ. കൽക്കയിലേക്ക് നമുക്കെങ്ങനെ എത്തിച്ചേരാം? ഓൾഡ് ഡൽഹി അഥവാ ചാന്ദിനി ചൗക്കിൽ നിന്നും നമുക്ക് ചണ്ഡീഗഡ് വഴി കൽക്കയിൽ എത്തിച്ചേരാം. 9:10 ട്രെയിനാണ് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത്, അതും ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. നേരം വെളുത്ത് തുടങ്ങുന്നുള്ളൂ, സൂര്യൻ ഇപ്പോഴും ഉദിച്ചു തുടങ്ങിയിട്ടില്ല. 6:20 നമ്മൾ കൽക്കയിൽ നിന്നും പുറപ്പെട്ടത്. ഷിംല എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിൻ്റെ തലസ്ഥാന നഗരിയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ വേനൽക്കാല തലസ്ഥാനം കൂടിയായിരുന്നു. 1903 നാരോ ഗേജ് കൽക്ക ഷിംല റെയിൽവേ പൂർത്തിയാക്കുന്നത്. എൻ്റെ ഡൽഹി യാത്രയിലെ 2ാം ദിനത്തിൽ ഷിംലയിലേക്ക് യാത്ര ചെയ്യാനുണ്ടായ ഒരു കാരണമുണ്ട്. എൻ്റെ ഈ യാത്രയിൽ ഡൽഹി മാത്രം കണ്ടുപോവുക എന്നുള്ളതായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ നാട്ടിൽ നിന്ന് കസിനും അവൻ്റെ സുഹൃത്തുക്കളും ഡൽഹി എത്തിയ വിവരം ഞാൻ അറിഞ്ഞു. കസിനും സുഹൃത്തുക്കളും മഞ്ഞ് കാണാൻ ഇനി ഷിംലയിലേക്കാണെന്ന് അറിഞ്ഞപ്പോൾ അധികം വൈകാതെ തന്നെ തനിച്ചായ ഞാൻ അവരോടൊപ്പം കൂടി. എല്ലാവരുടെ മനസ്സിലും മഞ്ഞുണ്ടാവും ഷിംലയിൽ എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞങ്ങൾ കൽക്കയിൽ നിന്ന് ടോയ് ട്രെയിൻ ഷിംലയിലേക്ക് കയറിയിരുന്നത്. ഒട്ടനവധി തുരങ്കങ്ങൾ നമ്മൾ കടന്നു പോന്നു. അതിലുപരിയായി കോട്ടിയിലെ 10ാം നമ്പർ തുരങ്കത്തിനാണ് ഏറ്റവും ദൈർഘ്യമേറിയത്. പതിയെ സൂര്യൻ ഉദിച്ചു തുടങ്ങിയിരിക്കുന്നു. സംഭവം പണി പാളിയെന്ന് മനസ്സിലായി. കാരണം എന്തെന്നല്ലേ? മഞ്ഞില്ല ഗൈസ്, മഞ്ഞില്ല. മഞ്ഞില്ലെങ്കിൽ പോലും യാത്ര അതിമനോഹരമായിരുന്നു. മനോഹരമായ വഴികളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പോകുന്ന സമയം ഒട്ടും ശരിയായിരുന്നില്ല. 2023 നവംബറിലാണ് ഈ യാത്ര ചെയ്യുന്നത്. 2024 ഫെബ്രുവരി ലാസ്റ്റ് വീക്ക് ആകുമ്പോഴേക്കാണ് ഷിംലയിൽ മഞ്ഞ് വീഴ്ച തന്നെ തുടങ്ങുകയുള്ളൂ എന്ന് സഹയാത്രികരായ ലോക്കൽസിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി ആരെങ്കിലും വരുവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പിൽ വെതർ അനുസരിച്ച് ഷിംലയിലേക്ക് നിങ്ങൾ യാത്ര തിരഞ്ഞെടുക്കുക. ഏഴോ എട്ടോ ബോഗികൾ മാത്രമേ ഈ ടോയ് ട്രെയിനുള്ളൂ. ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റിൽ 3-4 പേര് ലോക്കൽസ് ഒഴിച്ചാൽ ബാക്കിയുള്ളവരെല്ലാം ഞങ്ങൾ തന്നെ.
മലയിലെ റെയിൽവേ ട്രാക്കും ഒരുമിച്ചൊഴുകി ചേരുന്ന സ്ഥലത്തിലൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വീഡിയോ അപ്ലോഡ് ചെയ്യാൻ അധികം വൈകിയെന്ന് എനിക്കറിയാം. എഡിറ്റിങ്ങിന് ഇരിക്കാനുള്ള ഒരു മൂഡിലല്ലായിരുന്നു ഗെയ്സ്. മഞ്ഞുള്ള സമയമാണെങ്കിൽ തന്നെ ഈ മലയും ട്രാക്കും ട്രെയിനും എല്ലാം മഞ്ഞ് കൊണ്ട് മൂടപ്പെട്ടിരിക്കും. അതൊന്ന് സങ്കല്പിച്ച് നോക്കിയേ. ഇനി അത് കാണണമെന്നുണ്ടെങ്കിൽ കൽക്കട്ട ഷിംല ടോയ് ട്രെയിൻ എന്ന് യൂട്യൂബിൽ അടിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മലയിൽ കൂടി നൃത്തം നടക്കും. സെറ്റാണ്. ഇത് പ്രണവ്, മുഫീദ്, ഫാരിസ്. ഇവരെ കുറിച്ച് ഒരു കഥ പറയാനുണ്ട്. ട്രെയിൻ ഇപ്പോൾ ജുദോങ് എന്ന നഗരത്തിൻ്റെ സ്റ്റേഷനിലാണ് നിർത്തിയിട്ടിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ 3 മണിക്കൂറിന് ശേഷം റെസ്റ്റ് എടുക്കുന്നത്. കുറച്ചും അധികം നേരം തന്നെ ഈ ട്രെയിൻ അവിടെ പാർക്ക് ചെയ്തിരുന്നു. ആ സമയം നോക്കി ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തു. ഫാരിസും മുഫീദും പ്രണവും ഞങ്ങൾ ഷിംലയിൽ നിന്ന് കണ്ടുമുട്ടിയവരാണ്. അവർ പിന്നെ ഞങ്ങളോട് കൂടി, ഞങ്ങൾ അവരോടൊപ്പം കൂടി. അങ്ങനെ പിന്നീടുള്ള യാത്രകളെല്ലാം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പിന്നെ ഞങ്ങളൊരു കുടുംബം പോലെ എല്ലാവരും ഒരുമിച്ചുള്ളൊരു യാത്ര. അതൊരു രസകരമായൊരു യാത്ര തന്നെയായിരുന്നു. മറ്റൊരു ട്രെയിൻ ഷിംലയിൽ നിന്ന് കൽക്കയിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അത് പോകാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്ന ട്രെയിൻ ഇവിടെ പിടിച്ചിട്ടിരിക്കുന്നത്. അത് പോയതിന് ശേഷം വീണ്ടും യാത്ര തുടർന്നു. ഷിംലയിൽ എത്തിത്തുടങ്ങി എന്ന സൂചനകൾ ഈ കാണുന്ന കെട്ടിടങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇനിയൊരു സ്റ്റോപ്പും കൂടി കഴിഞ്ഞാൽ ഷിംലയിലെത്താം. സമ്മർ ഹില്ലാണ് അടുത്ത സ്റ്റോപ്പായി വരുന്നത്. ആ സ്റ്റോപ്പിൽ നിന്നും അരമണിക്കൂർ ദൈർഘ്യമുണ്ട് ഷിംലയിലെത്താൻ.
ഷിംല എത്തിയിരിക്കുകയാണ്. അങ്ങനെ 6:20 കൽക്കിയിൽ നിന്ന് പുറപ്പെട്ട ഷിംലയിലേക്കുള്ള ഈ ടോയ് ട്രെയിൻ എത്തുന്നത് 11:50. കൃത്യസമയം തന്നെ പാലിച്ച് ടോയ് ട്രെയിൻ ഷിംലയിലെത്തി. അവസാന സ്റ്റോപ്പാണ് ഈ ഷിംലയിലെ ഈ സ്റ്റേഷൻ. ട്രെയിൻ ഇറങ്ങി സ്റ്റേഷനിൽ വെച്ച് തന്നെ കുളിച്ച് ഫ്രഷായി ഭക്ഷണം കഴിക്കാൻ ഷിംല ടൗണിലേക്ക് നടന്നു. മഞ്ഞില്ലാത്ത സങ്കടം എല്ലാവരുടെ മുഖത്ത് തന്നെ കാണാം. അതുകൊണ്ട് അടുത്ത പ്ലാന് എന്താക്കണമെന്ന് അവിടെ ചെന്ന് തീരുമാനിക്കും. ഇത് ഷിംലയിലെ ഒരു ബസ് സ്റ്റാൻഡാണ്. ഇവിടെ നിന്നാണ് മണാലിയിലേക്കും റോഹ്താങ് പാസിലേക്കും പ്രധാന പല ഭാഗങ്ങളിലേക്കും ബസ് റൂട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ തിരക്കേറിയ ഒരു നഗരം ഈ ബസ് സ്റ്റാൻഡ്. ഇവിടുത്തെ മലഞ്ചെരുവിൽ അടുക്കി വെച്ചിരിക്കുന്ന വീടുകളും റെയിൽവേ സ്റ്റേഷനും ഒരു പ്രത്യേക ഭംഗി തന്നെ കാണിക്കുന്നു. മഞ്ഞൊന്നും കാണാത്തതുകൊണ്ട് ഇനി ഇവിടെ സ്റ്റേ ചെയ്താൽ നഷ്ടമാകുമെന്ന് തോന്നിയപ്പോൾ അല്പനേരം നഗരം ചുറ്റി വീണ്ടും ഡൽഹിയിലേക്ക് മടങ്ങി. രാത്രി ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് മയങ്ങി തുടങ്ങി. നല്ല ക്ഷീണമുണ്ട് എല്ലാവർക്കും. ഇനി അടുത്ത വീഡിയോ ഡൽഹിയിൽ വെച്ച് കാണാം.